ഇന്ത്യൻ ജനാധിപത്യത്തിൽ പുതിയ ചരിത്രം. ഒരു പ്രശ്നം മുന്നോട്ട് വെച്ച്, ഒരാവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷത്തെ 300-ലേറെ എംപിമാർക്ക്, പാർലമെന്റിലെ ജനപ്രതിനിധികൾക്ക് രാജ്യതലസ്ഥാനത്ത് തെരുവിലിറങ്ങേണ്ടി വന്നു. ലോകം കാണുന്നു ഇന്ത്യയിലെ വോട്ടർ പട്ടിക, അതുവഴി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ വിവാദത്തിൽ. രാജ്യത്തെ രണ്ടാമത്തെ പ്രധാന സംസ്ഥാനമായ ബീഹാറിൽ SIR-ലൂടെ ലക്ഷക്കണക്കിന് പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു. അവരോ പട്ടിണി പാവങ്ങളും ന്യൂനപക്ഷക്കാരും ഒക്കെ. അതും അവരുടെ ഇന്ത്യൻ പൗരത്വം പോലും സംശയത്തിലാക്കിക്കൊണ്ട്. ആ മനുഷ്യാവകാശ ധ്വംസനം മറ്റ് സംസ്ഥാനങ്ങളിലും പകർത്താൻ പോകുന്നു. പിന്നാലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടുകൾ ചേർത്ത് കേന്ദ്ര ഭരണകക്ഷി വ്യാജ വിജയം നേടി എന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ വെളിപ്പെടുത്തി. വോട്ടർ പട്ടിക തട്ടിപ്പിൻ്റെ പതിപ്പ് കേരളത്തിലും നടന്നു എന്ന പരാതി BJP ഇവിടെ നേടിയ ഏക ലോക്സഭാ സീറ്റായ തൃശ്ശൂരിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. ഈ പ്രശ്നത്തിന് മുമ്പിൽ നാരായം വിഴുങ്ങിയതുപോലെ എന്ന് EV കൃഷ്ണപിള്ള പറഞ്ഞ പോസിലാണ് നിർവാചൻ സദൻ. ഒരു വോട്ടറും ഒഴിവാക്കപ്പെടരുത് എന്ന പ്രഖ്യാപനം ആപ്തവാക്യമായി സ്വീകരിച്ച ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രീയ ഇന്ത്യക്കുമേൽ ഇന്ത്യൻ പ്രതിപക്ഷം ഒന്നു ചേർന്ന് നിന്ന് ഇന്നുയർത്തുന്ന മുദ്രാവാക്യം ഇതാണ്: SIR റദ്ദ് കരോ, വോട്ട് ചോരി ബന്ദ് കരോ.